ജർമ്മനിയിലേക്ക് ഏത് വിസ ത്രൂ വന്നവരാണെങ്കിലും അവർ ഇൻഷുറൻസ് അടയ്ക്കേണ്ടതുണ്ട്. എനിക്കും ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, TK എന്ന് പറഞ്ഞിട്ട്. മന്ത്ലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയർ അത് അടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഷിഫ്റ്റ് ക്യാൻസലായി. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് അവന് KFCയിൽ ഒരു ട്രയൽ ഉണ്ട് അവൻ്റെ പുതിയ ജോലിക്കായിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ പോയി. എനിക്കും ഈ ട്രയൽ വന്നതാണ്, പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ബനിയനൊക്കെ വാങ്ങിച്ച് ട്രയൽ റൂമിൽ കയറി ഡ്രസ്സ് മാറി. ഞാനപ്പോൾ ആ സമയം കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ. വീണ്ടും ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇൻഷുറൻസ് കമ്പനി TK ആണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 4 മാസമായി. ഈ 4 മാസത്തിനിടയിൽ എൻ്റെ ഇപ്പോഴത്തെ 3ാമത്തെ ജോലിയാണ്. മുമ്പുണ്ടായിരുന്ന 2 ജോലികളിൽ ആദ്യത്തെ ജോലിയിൽ എംപ്ലോയർ തന്നെ എൻ്റെ ഇൻഷുറൻസ് 3/4 അടയ്ക്കായിരുന്നു, ബാക്കി മാത്രം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുള്ളായിരുന്നു. പക്ഷേ 2ാമത്തെ ജോലി വർക്കിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ടാണോ അറിയില്ല, എംപ്ലോയർ അടച്ചിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ജോലിയിൽ അവരടയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഇതുപോലത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ TKയിൽ പോയി സംസാരിച്ചപ്പോൾ വേറെ എക്സ്ട്രാ ചാർജൊന്നും വന്നില്ല, ഫൈനൊന്നും വന്നില്ല. നമ്മുടെ അടയ്ക്കാത്ത ചാർജ് അവർ ഡിഡക്റ്റ് ചെയ്യും എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഇപ്പോൾ TKയിലേക്ക് പോണത്. അപ്പോൾ എന്താവും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ TKയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ കയറി ചോദിക്കണം. കഴിഞ്ഞ 3 മാസത്തിൽ €1 പോലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവർ പിടിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ TKയുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓഫീസിൽ കയറി ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് നമ്മൾ ഓരോ വർക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും ഇവിടെ വന്ന് അറിയിക്കണം, എന്നാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസിനനുസരിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഡിഡക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് പ്രത്യേക രീതിയിലുള്ള ചാർജസ് ഒന്നും വേറെ എക്സ്ട്രാ വരാതെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ദോഷകരം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ നിലവിലുള്ള സാഹചര്യം പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ ഡാറ്റ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ എംപ്ലോയർ ഈ മാസത്തെ ഇൻഷുറൻസ് അടയ്ക്കുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിന് മുമ്പത്തെ മാസങ്ങളിൽ അടച്ചിട്ടില്ല. ഇവിടെ എല്ലാം പോസ്റ്റൽ സിസ്റ്റം ആയതുകൊണ്ട് ഒരു പോസ്റ്റ് വീട്ടിലേക്ക് വരും. അപ്പോൾ ആ പോസ്റ്റ് വീട്ടിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ആപ്പിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ തിരിച്ചിറങ്ങി. ഇതുവരെയുള്ള എൻ്റെ ധാരണ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പോയി ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിക്കേണ്ടതില്ല. ഏത് ജോലി ചേഞ്ച് ചെയ്യുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി അവരറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ജർമ്മനിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു ജോലിയിലേക്ക് മുമ്പത്തെ ജോലിയിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ TKയിൽ പോയി അറിയിക്കണം. അത് ഞാൻ പറഞ്ഞതല്ല, അവിടുത്തെ TKയിലെ എംപ്ലോയീസ് പറഞ്ഞതാണ്. അപ്പോൾ പുതിയതായിട്ട് ജർമ്മനിയിൽ വന്നിട്ടുള്ള നമ്മുടെ മലയാളീസ് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും TKയിൽ പോയിട്ട് ഇൻഫോം ചെയ്യുക. എൻ്റെ TK അതുപോലെ തന്നെ ബാമറുണ്ട്, വേറെയും പല ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അവരവരുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ അവിടെ പോയി അറിയിക്കുക. അപ്പോൾ അന്നത്തേക്ക് ഇത്രയുള്ള വൈസ് ബൈ.